ഹലോ മക്കളെ, എല്ലാവർക്കും ഇന്റർവൽ ടാലന്റ് ബൂസ്റ്റ് എക്സാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മിസ് എത്തിയിട്ടുള്ളത് നമ്മുടെ കെമിസ്ട്രിയുടെ പാർട്ട് 2 ആയിട്ടാണ്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാറ്റർ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, ആറ്റംസ്, മോളിക്യൂൾസ് എല്ലാവരെ കുറിച്ചും വളരെ ബ്രീഫായിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ മക്കളെ, എന്താണ് മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ, നിൽക്കാൻ എന്ത് വേണം? സ്പേസ് വേണം. അതേപോലെ ഒരു ഇച്ചിരി മാസമുള്ള ഏതൊരു സബ്സ്റ്റൻസിനും നമുക്ക് മാറ്റർ എന്ന് പറയാം. നോക്കിയേ, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈസ് സ്പേസ്. മാസം വേണം, നിൽക്കാൻ എന്ത് വേണം? ഇത്തിരി സ്പേസ് ഉള്ള ഏതൊരാളെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഞാൻ മാറ്റർ ആണോ? ഞാൻ മാറ്റർ ആണല്ലേ? മിസ് മാറ്റർ ആണ്. കാരണം എന്താ? മിസ്സിന് മാസം ഉണ്ട്, അതേപോലെ ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ഉണ്ട്. ദേ ഈ പെൻ നോക്കിയേ, ഈ പെന്ന് എന്താണ്? ഒരു മാറ്റർ തന്നെയാണല്ലേ. കാരണം എന്താണ്? ഇതിന് മാസം ഉണ്ടല്ലേ. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതിനൊരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, അതേപോലെ ഇതിന് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസും വേണം. അപ്പോൾ ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസും മാസമുള്ള ഏതൊരു സബ്സ്റ്റൻസിനും നമുക്ക് എന്തെന്ന് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. ഈ മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ടൈനി പാർട്ടിക്കിൾസ്, കുറെ കുഞ്ഞു പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ടൈനി പാർട്ടിക്കിൾസിന് കുറെ പേരൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ അധികം വൈകാണ്ട് തന്നെ പഠിക്കും. അപ്പൊ ഇപ്പൊ ഓർക്കുക, ഈ ടൈനി പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ നമ്മുടെ മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കളെ, മാറ്ററിന് പ്രധാനമായിട്ട് 1, 2, 3 സ്റ്റേറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയോ? അറിയാം, നമുക്കറിയാം. ഏതൊക്കെയാ? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇത് കൂടാണ്ട് പ്ലാസ്മ എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അത്രയും വേണ്ട. ഇപ്പൊ നമുക്ക് എന്ത് മതി? സോളിഡും ലിക്വിഡും ഗ്യാസും ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിയേ, അടുത്തതായിട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നോക്കിയേ, അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതായത് ഈ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും എങ്ങനെയാണ് ഞാൻ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പൊ നോക്കിക്കോളൂ കേട്ടോ, എല്ലാവരും നോക്കിക്കോളൂ. ദേ ഇത് സോളിഡാണ്, ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസ് ആണ്. ഇവരിൽ 3 പേരിലും എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തതെന്നുള്ളതാണ് മിസ് പറയാൻ പോണത് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഒരാളുടെ പേര് ടുട്ടു ആണ്, ഒരാളുടെ പേര് മിട്ടു ആണ്. ഈ ടുട്ടും മിട്ടും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ, ചങ്കും കരലും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവരെപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെ ഒരുമിച്ചിരിക്കും. ഇവിടെ ടുട്ടുനും മിട്ടുനും കുറേ കോപ്പീസും ഉണ്ട് കേട്ടോ, കുറേ കോപ്പീസും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അവരൊക്കെ അങ്ങനെ എപ്പോഴും ഒരുമിച്ചായിരിക്കുക. അപ്പൊ ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ എന്താണ്? മിസ്സിന് ഇത്തിരി പ്രയാസമല്ലേ? പാവ മിസ് വന്ന് കെമിസ്ട്രിയിലെ ഫണ്ടമെന്റൽസ് ഒക്കെ പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരവിടെ നിന്ന് കഥ പറയുക. മിസ്സിന് ദേഷ്യമൊന്നും വരില്ല, എന്നാലും മിസ്സിന് എന്ത് ചെയ്യും? അയ്യോ, ഈ മക്കൾ പഠിക്കണമെന്ന് ആലോചിച്ചിട്ട് ഇത്തിരി വിഷമം വരും. അപ്പൊ എന്ത് ചെയ്യും? മിസ് 2 പേരെ അങ്ങോട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യും? പതുക്കെ 2 ഡിഫറെന്റ് ബെഞ്ചസിലാക്കി മാറ്റും. ഇവർ ഞാൻ എന്ത് ചെയ്തു? വേറെ 2 ബെഞ്ചുകളിലാക്കി മാറ്റി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവർ പിന്നെയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇവർ പിന്നെയും എന്ത് ചെയ്യും? നിർത്താണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നാലും കുഴപ്പമില്ല, പണ്ടത്തെ അത്ര പ്രയാസമില്ലല്ലോ. പണ്ട് ഇവർ 2 പേരും ഭയങ്കര അടുത്തായിരുന്നു, ഇപ്പൊ ഭയങ്കര വർത്താനം. ഇപ്പൊ ഇത്തിരി സ്പേസ് വന്നതുകൊണ്ട് കുറച്ച് വർത്താനം കുറഞ്ഞിട്ടുണ്ട്, എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് മിസ് എന്ത് ചെയ്തു? ഇവരൊന്നും പഠിക്കണില്ലേ, ഇപ്പൊ മിസ്സിനത് പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ഇവരെ ഒരാളെ ഫസ്റ്റ് ബെഞ്ചിൽ, ഒരാളെ ലാസ്റ്റ് ബെഞ്ചിൽ അവിടെ കൊണ്ടിരുത്തി. അപ്പൊ നോക്കിയേ, ഇവിടെ ആകുമ്പോൾ നോക്കിയേ, ഇത് സോളിഡ്സ് ആട്ടോ. ടുട്ടും മുട്ടും ഫസ്റ്റ് ഇരിക്കുന്നത് സോളിഡ്സ് ആയിട്ടാ. അപ്പൊ അവരെന്താണ്? അവർ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ, എപ്പോഴും ഭയങ്കര സംസാരമാണ്. അവർ തമ്മിൽ എന്താണെന്നറിയോ? ഭയങ്കര ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അവർ 2 പേരും തമ്മിലുള്ള ഫോഴ്സ് എന്താ? ഭയങ്കര കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യും? പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ അടുത്തടുത്തിരിക്കും. അതാണ് നമ്മളെ സോളിഡ്സ്. പിന്നെ അവർ വർത്തമാനം പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഞാൻ ഇവരെ കുറച്ച് ദൂരത്ത് കൊണ്ടുവച്ചു. അപ്പൊ എന്തായി? അവർ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറച്ചുകൂടി. അവരാരാണ്? ലിക്വിഡ്സ് ആണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഓരോരുത്തരും കൊണ്ടുപോയിട്ട് ഓരോ മൂലയ്ക്ക് അങ്ങ് ഇരുത്തി. അപ്പൊ എന്തായി? അവർ തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇല്ല, അവർ തമ്മിൽ ഇന്ററാക്ഷനും ഇല്ല. നോക്കിയേ, പാർട്ടിക്കിൾസ് ഒക്കെ എവിടെയാണ്? ലൂസ്ലി പാക്ഡ് ആണല്ലേ, അവരെവിടെയോ പോയി കിടക്കുകയാണ്. അപ്പൊ നോക്കിയേ, അതാണ് എന്ത്? നമ്മുടെ ഗ്യാസസ്. അപ്പൊ മക്കളെ, നമ്മൾ സോളിഡ്സിലാണെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. സോളിഡ്സിലാണെങ്കിൽ മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. നമ്മുടെ ലിക്വിഡ്സിലാണെങ്കിൽ അത്ര ക്ലോസ്ലി പാക്ഡ് അല്ല, ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇനി ഗ്യാസിലാണെങ്കിലോ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഇവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? കുറച്ച് കുറവായിരിക്കും. ഇവിടെയോ നല്ല കുറവായിരിക്കും. ഓക്കെ, അവിടെ എന്തായിരിക്കും? ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ അത് നല്ല കുറവായിരിക്കും. അത് ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും ഗ്യാസസിന്റെയും മാസും വോളിയം അതേപോലെ ഷേപ്പിനും ഒക്കെ കുറിച്ചാണ്. മക്കളെ, ഈ പെന്ന് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണല്ലേ. ഈ പെന്ന് അല്ലെങ്കിൽ നോക്കിയേ, ഈ മൈക്ക് എന്താണ്? ഒരു സോളിഡ് ആണല്ലേ. ഈ സോളിഡ്സിനൊക്കെ എന്താണ്? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടല്ലോ, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്.
അതേപോലെ ഡെഫിനിറ്റ് മാസും ഡെഫിനിറ്റ് വോളിയം എല്ലാം ഉണ്ട് അല്ലേ, അവരുടെ എല്ലാം അതെന്താണ്, ഫിക്സ്ഡ് ആണ്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ്, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, ഒരു 250 ml വാട്ടർ ഒരു വലിയ സ്റ്റീൽ ഗ്ലാസ്സിൽ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, 250 ml വാട്ടർ ഒരു വലിയ സ്റ്റീൽ ഗ്ലാസ്സിൽ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം നോക്കിയേ, അവരുടെ മാസ് എന്തായിരിക്കും, മാസ് അപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. ലിക്വിഡ്സിന്റെ മാസ് 250 ml ആണെങ്കിൽ ഏതിലേക്ക് ഒഴിച്ചാലും 250 ml ഉണ്ടാവുക. പക്ഷെ ഇവർക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പിൽ അവർ എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യുന്ന വെസൽസിനനുസരിച്ച് അവരുടെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നോക്കിയേ, ഇപ്പൊ മിസ് വലിയ ഗ്ലാസ് എടുത്തു, ഗ്ലാസ് എടുത്ത എന്തായി, ഗ്ലാസ് ആയി ഷേപ്പ് പോട്ടെ. മിസ് എന്ത് ചെയ്തു, വലിയൊരു ബൗൾ എടുത്തു, ബൗളിൽ ഒഴിച്ച് അതിന്റെ ഷേപ്പ് എന്തായി, ബൗളായി. അങ്ങനെയാണ് അല്ലേ, അവർക്ക് ഫിക്സഡ് ഷേപ്പില്ല. നമ്മൾ ഏത് വെസൽ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവരുടെ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഗ്യാസ് ആണെങ്കിലോ ഷേപ്പോ ഇല്ല, സൈസോ ഇല്ല, വോളിയോ ഇല്ല, ഒന്നുമില്ല. കണ്ടോ, അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് സൈസും കാര്യങ്ങളും ഒന്നുമില്ല, ഡെഫിനിറ്റ് വോളിയോ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നമ്മുടെ സോളിഡ്സിനാണെങ്കിൽ അവർക്ക് ഡെഫിനിറ്റ് മാസും ഷേപ്പും വോളിയം ഉണ്ടാവും. ലിക്വിഡ്സിലാണെങ്കിൽ ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ലിക്വിഡ്സിലാണെങ്കിൽ ഡെഫിനിറ്റ് മാസും ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും, പക്ഷെ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. വെസൽസിനനുസരിച്ച് എന്ത് ചെയ്യും, അവരുടെ ഷേപ്പ് മാറും. ഇനി കമ്മിങ് ടു ദ കേസ് ഓഫ് ഗ്യാസസ്, അവർക്ക് എന്താണ്, ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ടാവും, പക്ഷെ ഡെഫിനിറ്റ് വോളിയം ഡെഫിനിറ്റ് ഷേപ്പും ഒന്നും ഇല്ലേ ഇല്ല. ഓക്കെ, അവർക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ മക്കളെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ മാറ്ററിന്റെ കുറേ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒന്നുമില്ല, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്സർവ്ഡ് പ്രോപ്പർട്ടീസ് അല്ലെ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന കുറെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാ, എണ്ണിക്കോ, കളർ ഉണ്ട്, ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, പിന്നെ അതേപോലെ അവരുടെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഇപ്പൊ സോൾഡ് ലിക്വിഡ് ആവുന്നത്, ലിക്വിഡ് ഗ്യാസ് ആവുന്നതൊക്കെ എങ്ങനെയാണ്, ഫിസിക്കൽ പ്രോസസ്സ് വഴി, ഫിസിക്കൽ ചേഞ്ചസ് വഴിയാണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് എന്ത്, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, നമ്മുടെ കളർ ഉണ്ട്, അതേപോലെ ഡെൻസിറ്റി, പിന്നെ മാസ്, വോളിയം, ഇതൊക്കെ എന്ത്, ഇത് കൂടാണ്ട് സോലിബിലിറ്റി, ഇതൊക്കെ എന്താണ്, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ കെമിക്കൽ റിയാക്ഷൻസ്. കുറേ റിയാക്ഷൻസ് ഉണ്ടല്ലേ, നമ്മൾ ഓൾറെഡി കുറേ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു. കൊറോഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കമ്പഷൻ, ബേണിങ്, മാഗ്നീഷ്യം റിബൺ ഒക്കെ കത്തിക്കുന്ന പ്രോസസ്സാണ് എന്ത്, കമ്പഷൻ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്, അത് കൂടാണ്ട് കുറേ ഓക്സിഡേഷൻ റിയാക്ഷൻസ്, റിഡക്ഷൻ റിയാക്ഷൻസ്, അങ്ങനത്തെ കുറേ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒത്തിരി റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ എന്താണ്, കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അതന്നെയാണ് അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്നറിയോ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ച സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മിസ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെ, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോളിഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ ഗ്യാസ് ആക്കാം, ഗ്യാസിനെ സോളിഡ് ആക്കാം. വേണമെങ്കിൽ ഈ സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആക്കി മാറ്റും ചെയ്യാം അല്ലെ. സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മുടെ ക്യാംഫർ ഇല്ലേ, കർപ്പൂരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് അത് സോളിഡ് അല്ലെ. കർപ്പൂരം എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറുള്ള കുഞ്ഞു ബോൾസാ, ആ ബോൾസ് ബേൺ ചെയ്തുണ്ടാവും, ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവും, അവിടെ എന്തുണ്ടാവില്ല, ലിക്വിഡ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രോസസ്സ് നമ്മൾ പഠിച്ചതാ. അപ്പൊ ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്താണെന്നറിയോ, 3 സ്റ്റേറ്റ്സും ഇന്റർ കൺവേർട്ടിബിൾ ആണ്. 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ ഇന്റർ കൺവേർട്ടബിൾ. അവരെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ ആക്കാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ മക്കളെ, നമ്മുടെ മാറ്ററിന്റെ കോമ്പോണൻസ്. അതായത് മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് കുറെ ടൈനി പാർട്ടിക്കിൾസ് വെച്ചിട്ടാണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈനി പാർട്ടിക്കിൾസ് ആണ് ആര്, നമ്മുടെ ആറ്റംസും അതേപോലെ മോളിക്യൂൾസും. ഓക്കെ, അപ്പൊ ആറ്റംസ് ആർ ടൈനി പാർട്ടിക്കിൾസ്. നമുക്കറിയാം ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആറ്റംസിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ കിട്ടും. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺസ് ചാർജ്ലെസ് അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത ആൾക്കാരാണ് ന്യൂട്രോൺസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആറ്റംസ് എന്ത് ചെയ്യും, ആറ്റംസ് കമ്പൈൻ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് മോളിക്യൂൾസ് എന്ന് പറയുന്ന ചേട്ടന്മാരെ കിട്ടുക. ദേ ഇപ്പൊ നോക്കിയേ, കാർബൺ ആറ്റം ആണെങ്കിൽ മിസ് ദേ ഇങ്ങനെ സി എന്നാണ് എഴുതുക. നോക്കിയേ, കാർബൺ ആറ്റം ആണെങ്കിൽ ഞാൻ എന്ത് എഴുതും, സി എന്ന് എഴുതും. ഓക്കെ, ഇനിയിപ്പോ പോട്ടെ, ഒരു ക്ലോറിൻ ആറ്റം ആണെങ്കിലോ, ക്ലോറിൻ ആറ്റം ആണെങ്കിൽ ഞാൻ അതിനെന്ത് എഴുതും, Cl എന്ന് എഴുതും. ഓക്കെ, ഇതൊക്കെ എന്താണ്, ആറ്റംസ് ആട്ടോ. ഇവരൊക്കെ എന്താണ്,
ആറ്റംസ് ആണ്. പോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ആറ്റം എഴുതണമെങ്കിലോ, ഹൈഡ്രജൻ ആണെങ്കിൽ എന്ത് വരും, ഹൈഡ്രജൻ ആണെങ്കിൽ എച്ച് എന്ന് വരും, അല്ലാണ്ട് അപ്പം എന്ത് വരാനാ. അപ്പൊ ഇതൊക്കെ എന്താണ്, ആറ്റംസ് ആണ്. ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ആ മോളിക്യൂൾസ് കിട്ടുക അല്ലെ. മോളിക്യൂൾസ് ആകുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അവർ മോളിക്യൂൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ, ഇപ്പൊ 2 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും, ഒരു ഹൈഡ്രജൻ മോളിക്യൂള് കിട്ടും. 2 ക്ലോറിൻ ആറ്റം കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും, ഒരു ക്ലോറിൻ മോളിക്യൂള് കിട്ടും. ഓക്കെ, ഇങ്ങനെ എഴുതിയപ്പോൾ വെറും ക്ലോറിൻ എഴുതിയ അതിന്റെ അർത്ഥം എന്താ അറിയോ, ഒരു ക്ലോറിൻ ആറ്റം. 3 Cl എഴുതിയാൽ എന്താണ്, 3 ക്ലോറിൻ ആറ്റം. ഇനി 3Cl2 എഴുതിയാലോ, അവിടെ 3 ക്ലോറിന്റെ മോളിക്യൂൾ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ആറ്റംസിനെ മോളിക്യൂൾസിനൊക്കെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവും, ആറ്റംസ് ആണോ മോളിക്യൂൾസ് ആണോ കറക്റ്റ് റെപ്രസെന്റേഷൻ ഏതെന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ എനിക്കറിയാം ഇനിയിപ്പോൾ എന്തായാലും അത് കറക്റ്റ് ആയിട്ട് എഴുതി അതിനൊക്കെ ഫുൾ മാർക്ക് മേടിച്ച് സെറ്റ് ആവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയോ, ഞാൻ ഈ മാറ്ററിനെ അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, മാറ്ററിനെ ഞാൻ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യാന്നറിയോ, മാറ്ററിനെ പ്രധാനമായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്തൊക്കെയാണെന്നറിയോ, ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ് ആണ്, അടുത്തത് എന്താണെന്നറിയോ, മിക്സ്ചേഴ്സ് ആണ്, മിക്സ്ചേഴ്സ്. ഓക്കെ, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എലമെന്റ്സ് നമ്മുടെ മാറ്റർ എന്താണ്, മാറ്റർ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസും അതേപോലെ മിക്സ്ചേഴ്സും ആക്കിയിട്ടുണ്ട്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്താൽ നമുക്ക് എലമെന്റ്സ് കിട്ടും, അതേപോലെ കോമ്പൗണ്ട്സും കിട്ടും. എലമെന്റ്സും കോമ്പൗണ്ട്സും എന്താന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയും. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, എന്നാലും മിസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി മിക്സ്ചേഴ്സ് ആണെങ്കിൽ അവരെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അത് ഹോമോജീനിയസ് മിക്സ്ചറും അതേപോലെ ഹെട്രോജീനിയസ് മിക്സ്ചറും ആട്ടോ. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്, അതേപോലെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്. അപ്പൊ ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. അപ്പൊ നോക്കിയാൽ മക്കളെ, പ്യുവർ സബ്സ്റ്റൻസുകളാണെങ്കിൽ അതിനൊരു യൂണിഫോം കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. നോക്കിയേ, പ്യുവർ സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും, അതിനൊരു യൂണിഫോം കമ്പോസിഷൻ ആവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് മിസ് എന്ത് ചെയ്യാണ്, ഗോൾഡിന്റെ ആറ്റംസ് എടുക്കുകയാണ്. ഓക്കെ, ഗോൾഡിന്റെ ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണല്ലേ. കാരണം അതിൽ ഗോൾഡിന്റെ ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവരെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല കേട്ടോ. ഇവരെ നമുക്ക് ഒരു ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടും ഈ ഗോൾഡിന്റെ ആറ്റം അല്ലെങ്കിൽ കോപ്പറിന്റെ ആറ്റം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്താ എക്സാമ്പിൾ ഗോൾഡും കോപ്പറും ഓക്സിജനും ഒക്കെയാണ്. ഇനി മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നമ്മുടെ മിക്സറിനെ നമ്മുടെ ചായനൊക്കെ കൂടെ അങ്ങനെ കഴിക്കുന്ന നമ്മുടെ മിക്സറിനെ അങ്ങോട്ട് ഓർത്താൽ മതി. മിക്സറിൽ എന്തൊക്കെ ഉണ്ട്, ആ മിക്സറിൽ എന്തുണ്ട്, ആ നീണ്ട അങ്ങനത്തെ സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, പിന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാവും, പിന്നെ നല്ല കടലുണ്ടാവും, പിന്നെ വേണമെങ്കിൽ ചെറിയ വൈറ്റ് കളറുള്ള കുഞ്ഞു കടലുണ്ടാവും, ചിലപ്പോൾ ഗ്രീൻ കളറുള്ള നമ്മുടെ കടലുണ്ടാവും, ഗ്രീൻ പീ ഉണ്ടാവും, ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടല്ലേ മിക്സേഴ്സിൽ. അപ്പൊ എന്താണ്, അതിൽ ഒരുപാട് സബ്സ്റ്റൻസുകൾ ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എന്തെന്ന് പറയാ, മിക്സ്ചേഴ്സ് എന്ന് പറയാ. അതായത് സബ്സ്റ്റൻസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെന്റ് നേച്ചേഴ്സ് ആർ മിക്സ്ഡ് ടുഗദർ. ഡിഫറെന്റ് സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു സബ്സ്റ്റൻസ് ആക്കി എടുക്കുക. അതാണ് നമ്മുടെ മിക്സ്ചറുകൾ. ഓക്കെ, മിക്സ്ചേഴ്സ് എക്സാമ്പിൾ ആണ് ടീ, സോയിൽ, എയർ. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ മിക്സർ ആരും പറഞ്ഞാലും ഞാൻ മിക്സറിനെ മറക്കില്ല കേട്ടോ. എനിക്ക് മിക്സറില്ലാണ്ട് ഒരു ജീവനും ജീവിതവും ഇല്ല. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ആരാന്നറിയോ, നമ്മുടെ എലമെന്റ്സും അതേപോലെ കോമ്പൗണ്ട്സും. നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്ത് ഞാൻ എലമെന്റ്സും കോമ്പൗണ്ട്സും ആക്കിയിട്ടായിരുന്നു. അപ്പൊ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതിൽ ഒറ്റ ടൈപ്പ് ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റം. നോക്കിയേ, ഒരൊറ്റ ആറ്റം മാത്രമുള്ള ആളാണ് ആര്, നമ്മുടെ എലമെന്റ്സ്. ഇനി കോമ്പൗണ്ട്സിനാണെങ്കിൽ അതിൽ ഒന്നിലധികം ആറ്റംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എലമെന്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലോറിൻ ആറ്റോ അല്ലെങ്കിൽ ഒരു ക്ലോറിൻ മോളിക്യൂൾ എടുക്കാം. ഇപ്പൊ കോമ്പൗണ്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആരെടുക്കാന്നറിയോ, നമുക്ക് വാട്ടറിന് എടുക്കാം. വാട്ടർ H2O എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പൗണ്ട് ആണല്ലേ. കാരണം അതിൽ ഹൈഡ്രജനും അതേപോലെ ഓക്സിജനും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ കോമ്പൗണ്ട്സ്. എലമെന്റ്സിലാണെങ്കിൽ 1 ടൈപ്പ് ഓഫ് ആറ്റം, കോമ്പൗണ്ട്സിലാണെങ്കിൽ 2 or more ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റം
ആറ്റംസും ആണ് ഉണ്ടാവുക. ഇനി മിക്സ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ ഹോമോജിനസ് മിക്സറും അതേപോലെ ഹെട്രോജിനസ് മിക്സറും ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഹോമോജിനസ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതിൽ യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും, യൂണിഫോം കമ്പോസിഷൻ ആവും ഉണ്ടാവുക. ഹെട്രോജിനസ് ആണെങ്കിൽ എന്താവും, ഒരു നോൺ യൂണിഫോം കമ്പോസിഷൻ ആവും. ഇപ്പൊ ഹോമോജിനസിന്റെ എക്സാമ്പിൾ നോക്കിയ മക്കളെ, സാൾട്ട് സൊല്യൂഷനാണ്. ഓക്കെ, സാൾട്ട് സൊല്യൂഷൻ എന്തായിരിക്കും, അതിന് ത്രൂ ഔട്ട് സാൾട്ടും വാട്ടറേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഹെട്രോജിനസ് ആണെങ്കിലോ, ഹെട്രോജിനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൽ രണ്ടോ അല്ലെങ്കിൽ അധികം ആൾക്കാരോ ഉണ്ടായിരിക്കും. നമ്മുടെ സാൻഡും അതേപോലെ വാട്ടറും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഹെട്രോജിനസ് മിക്സർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം, നമുക്ക് ഹെട്രോജിനസ് മിക്സർ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്നറിയോ മക്കളെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ മിക്സ്ചേഴ്സ് ഓരോ കമ്പണൻസ് എങ്ങനെയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നാണ്. ഇപ്പൊ മിച്ചർ തന്നു എന്ത് ചെയ്യും, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ മിച്ചർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കല്ലേ ചെയ്യുക. ആദ്യം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ കുഞ്ഞി കടലല്ലേ, ആ കുഞ്ഞൊരു മഞ്ഞ കളറുള്ള കടലല്ലേ, ആ കടല മുഴുവൻ കഴിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മുടെ വലിയ കടലല്ലേ, ആ ഒരു മെറൂൺ കവർ വരുന്ന കടലല്ലേ, അതിങ്ങനെ കഴിക്കും. അത് കഴിഞ്ഞപ്പോൾ അതിൽ കുറെ ഇങ്ങനെ ബോൾസ് പോലത്തെ സാധനം ഉണ്ടാവും, മിച്ചറിന്റെ ബോൾസ് ഉണ്ടാവും, അതിങ്ങനെ കഴിക്കും. അതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, ആ കുറെ സ്റ്റിക്സ് പോലത്തെ ഭാഗം കഴിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താ മിസ് ചെയ്യണത്, മിസ് കൈ വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, കഴിക്കണത് അല്ലേ. അപ്പൊ ഈ ഒരു മെത്തേഡിന് നമ്മൾ എന്തെന്നാ പറയുക, ഈ ഒരു മെത്തേഡിന് നമ്മൾ ഹാൻഡ് പിക്കിംഗ് എന്നാണ് പറയുക. അതേപോലെ നമ്മുടെ അരിയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ കല്ല് ഇങ്ങനെ കൈ വെച്ചിട്ടൊക്കെ പെറുക്കി മാറ്റും. അപ്പൊ ആ മെത്തേഡ് എന്താണ്, ഹാൻഡ് പിക്കിംഗ് ആണ് അല്ലേ. അപ്പൊ എന്താണ്, മിക്സേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കമ്പോണൻസിൽ സെപ്പറേറ്റ് ചെയ്യാണ്. ഇനി വേറൊരു മെത്തേഡ്, വേറെ കുറച്ചധികം മെത്തേഡ്സ് നമുക്ക് പറയാനുണ്ട്. ഒരു മെത്തേഡ് എന്താണെന്നറിയോ, നമ്മൾ ഫിൽറ്റർ ചെയ്യുക. അരിക്കില്ലേ, നമ്മൾ ചായ ഒക്കെ അരിക്കില്ലേ, അതായത് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ ചായയുടെ പൊടികൾ അല്ലേ, ഡ്രെഡ്ജ് എന്ന് പറയും, ആ മഡ് കളയാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ചായ ഒന്നും ഇങ്ങനെ അരിക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് എന്ത്, നമ്മുടെ ഫിൽറ്ററിങ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അടുത്ത മെത്തേഡ് നമ്മുടെ മാഗ്നറ്റിക് സെപ്പറേഷനാണ്. ഓക്കെ, അടുത്ത മെത്തേഡ് നമ്മുടെ മാഗ്നറ്റിക് സെപ്പറേഷനാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ അലുമിനിയവും അതേപോലെ അയേണിന്റെയും പൗഡർ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പൗഡർ ഇങ്ങനെ മിക്സിയിലിട്ടാവും കിടക്കേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഞാനൊരു മാഗ്നറ്റ് കൊണ്ടുവരും. മാഗ്നറ്റ് കൊണ്ടുവന്നാൽ അലുമിനിയം നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പക്ഷെ അയേൺ എന്താണ്, അയേൺ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അയേൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റ് ഓടി പോയിട്ട് അയേൺ അങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് അവർ രണ്ടിനോട് പോകും. പാവ അലുമിനിയം എന്ത് ചെയ്യും, അവിടെ മൂഞ്ചസി ആയിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് രണ്ടാമത്തെ മെത്തേഡ്. അടുത്ത മെത്തേഡ് ഫാനിങ്. എന്താ ചെയ്യുന്നറിയോ, ഇപ്പൊ നമ്മുടെ പാഡി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ വീറ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മുറം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ഫാൻ ചെയ്യുക, ചേറാന്നൊക്കെയാണ് മലയാളത്തിൽ പറയാ കേട്ടോ. ഫാനിങ് എന്നാണ് ആ പ്രോസസ്സ്. അപ്പൊ ഇങ്ങനെ വീശുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ നമ്മുടെ ഈ ഷാഫിനൊക്കെ അല്ലേ, ഷാഫ് എന്നൊക്കെ പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. അപ്പൊ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, പതുക്കെ ഇങ്ങനെ പാറിപ്പോയിട്ട് നമുക്ക് നമ്മുടെ പാഡി അല്ലെങ്കിൽ നമ്മുടെ അരിയോ ഗോതമ്പോ എന്താ നമുക്ക് വേണ്ട സാധനം വെച്ചാൽ അത് മാത്രമായിട്ട് കിട്ടും. എന്തൊരു സിമ്പിൾ മെത്തേഡാ. അപ്പൊ ആ മെത്തേഡാണ് നമ്മുടെ ഫാനിങ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഡിസ്റ്റിലേഷൻ. ഇദ്ദേഹം ഇച്ചിരി പ്രശ്നക്കാരനാണ്, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഡിസ്റ്റിലേഷൻ നടത്തുന്നത് ആർക്കെന്നറിയോ, നമ്മൾ വോളട്ടൈൽ ലിക്വിഡിന്റെയും അതേപോലെ നോൺ വോളട്ടൈൽ ആയിട്ടുള്ള ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഡിസ്റ്റിലേഷൻ ആണ് ചെയ്യുക. അത് മാത്രമല്ല, അവർക്ക് എന്തായിരിക്കണം, അവരുടെ ബോയിലിംഗ് പോയിന്റിൽ ഒരു വലിയ ഡിഫറൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ വോളട്ടൈൽ ലിക്വിഡിന്റെയും നോൺ വോളട്ടൈൽ ലിക്വിഡിന്റെയും മിക്സ്ചർ ആണെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അത് മാത്രമല്ല, അവരുടെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം അല്ലേ. രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിന്റ് തമ്മിൽ എന്തുണ്ടായിരിക്കണം, നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യുക. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആകുമ്പോൾ എന്താ കാര്യം എന്നറിയോ, അവിടെ ചെറിയ ഡിഫറൻസ് മതി, ബോയിലിംഗ് പോയിന്റിൽ ചെറിയ ഡിഫറൻസ് മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എത്തനോളും മെത്തനോളും ഒക്കെ എന്താ ആൽക്കഹോൾസ് ആണല്ലേ. ഈ എത്തനോൾസിനും മെത്തനോൾസിന്റെ ഒക്കെ ബോയിലിംഗ് പോയിന്റിൽ വളരെ ചെറിയ ഡിഫറൻസ് ഉള്ളു. അതായത് അവിടെ രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിന്റ് എന്താണ്, ഏകദേശം അടുത്തടുത്തുള്ള ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഓടിപ്പോയിട്ട് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡ് നോക്കിയേ, അടുത്ത മെത്തേഡിൽ നമ്മൾ സെപ്പറേറ്റിംഗ് ഫണലാണ് യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റിംഗ് ഫണലിൽ എന്താ ചെയ്യുന്നറിയോ, ഇൻവിസിബിൾ ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സ്, അതായത് കൂടിക്കലരാത്ത അല്ലെങ്കിൽ മിക്സ് ചെയ്യാത്ത രണ്ട് ലിക്വിഡ്സ് എടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടറും ഓയിലും അല്ലെങ്കിൽ വാട്ടറും കെറോസിനും ഇവരൊന്നും എന്ത് ചെയ്യില്ല, മിക്സ് ചെയ്യില്ല അല്ലെ.
അപ്പൊ ഇങ്ങനത്തെ 2 ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സെപ്പറേഷൻ ഫണ്ടിൽ വെച്ചിട്ടാണ്. ഇത് നമ്മൾ ലാബിലൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ക്രോമാറ്റോഗ്രഫിയാണ്. ഒന്നിലധികം സോൾവെന്റ്സ് ഒന്നിലധികം സൊല്യൂട്ട്സ് ഒരേ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുക, അല്ലെ? സൊല്യൂട്ട്സ് സോൾവെന്റിലെ ഡിസോൾവ് ചെയ്യുക. അപ്പൊ ഒന്നിലധികം സൊല്യൂട്ട്സ് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ക്രോമാറ്റോഗ്രഫി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡൈസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രോമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പാർട്ടിക്കിൾസിന്റെ മാസിനനുസരിച്ചാണ് എന്ത് ചെയ്യണത്? സെപ്പറേഷൻ നടത്തുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പൊ ഈ ബ്ലഡിലുള്ള ഓരോ കോമ്പണൻസും സെപ്പറേറ്റ് ചെയ്യണത് നമ്മളിത് ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രിഫ്യൂജിങ് മെഷീൻ വഴിയാട്ടോ. അതിന് നമുക്ക് ലാബിൽ മെഷീൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തൈര് കടയല്ലേ, തൈര് കടഞ്ഞിട്ട് നമ്മുടെ അമ്മമാര് വെണ്ണയൊക്കെ ഉണ്ടാക്കും, ബട്ടർ ഉണ്ടാക്കും, വീട്ടിൽ തന്നെ കേടുന്ന ബട്ടർ ഉണ്ടാക്കും. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? നമ്മുടെ ബട്ടറിന്റെ പാർട്ടിക്കിൾസ് വന്ന് ഈ സെന്ററിലായിട്ട്, ആ കോലിന്റെ സെന്ററിലായിട്ട് വന്നിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ സൈഡിൽ എന്തേ ഉണ്ടാവുള്ളൂ? വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ആ കേട് അല്ലെങ്കിൽ നമ്മുടെ മോര് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ ഈ തൈരിന്ന് വെണ്ണ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അപ്പൊ മക്കളെ, ആ ഒരു കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആയി തന്നെയാണ് മിസ്സിന്റെ വിശ്വാസം. എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഫുൾ സെറ്റാക്കുക. എല്ലാവർക്കും അങ്ങോട്ട് റാങ്ക് കിട്ടട്ടെ. എക്സാമിന് ഒരു 10-200 ആളുകൾക്ക് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടട്ടെ. അല്ലെങ്കിൽ എത്ര കുട്ടികൾ എക്സാമിന് എഴുതുന്നു വെച്ചാൽ അത്ര ആൾക്കാർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടട്ടെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കെമിസ്ട്രീൻ്റെ ക്ലാസ് ഒക്കെ കേട്ട് നന്നായിട്ട് കെമിസ്ട്രി പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ കമന്റ്സിൽ പോയിട്ട് കമന്റ് ചെയ്താൽ മതി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് നമ്മൾ ക്ലിയർ ഒക്കെ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.